350 നെൽവിത്തിനങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് വീടിനോട് ചേർന്ന റൈസ് മ്യൂസിയം ഒരുക്കിയിരിക്കുകയാണ് സുൽത്താൻ ബത്തേരിയിലെ നെൽകർഷകൻ തയ്യൽ പ്രസീദ്. കേരളത്തിന്റെ തനത് നെൽവിത്തിനങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ശേഖരിച്ചതുമായ നെൽവിത്തിനങ്ങളാണ് മ്യൂസിയത്തിലുള്ളത്. പുതിയ വിത്തിനങ്ങൾ തേടിയുള്ള അന്വേഷണത്തിലാണ് നെൽകൃഷിയെ ജീവനെ പോലെ സ്നേഹിക്കുന്ന ഈ കർഷകൻ. വിവിധ ഇനം നെൽവിത്തിനങ്ങളുടെ സംരക്ഷണത്തിനും പ്രചരണത്തിനുമായി ജീവിതം മാറ്റിവെച്ചിരിക്കുകയാണ് ഇദ്ദേഹം. 17 വർഷമായി ഇദ്ദേഹം വിവിധ ഇനം നെൽവിത്തിനങ്ങളുടെ സൂക്ഷിപ്പുകാരനായിട്ട്. കർഷകനായ അച്ഛനിൽ നിന്നുമാണ് കൃഷിയുടെ ബാലപാഠങ്ങൾ അഭ്യസിക്കുന്നത്. നിലവിൽ 350-ലേറെ നെൽവിത്തിനങ്ങളാണ് ഇദ്ദേഹത്തിന്റെ പക്കലുള്ളത്. സുൽത്താൻ ബത്തേരിയിലെ ഇദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്ന റൈസ് മ്യൂസിയത്തിലാണ് വിത്തിനങ്ങളുടെ വിപുലമായ ശേഖരം. ജീരകശാല, ഗന്ധകശാല, മുള്ളൻ കൈമ, നവര, വലിച്ചൂരി, വെളിയൻ, ചെന്താടി, ചെന്നല്ല്, കലാമല്ലിഫൂൽ, സിന്ദൂര മധുശാല, കലാബത്ത, നാസർബാത്ത, കല്യാണി വയലറ്റ്, കറുപ്പു നിറത്തിലുള്ള അസം ബ്ലാക്ക്, ഇളം മഞ്ഞ നിറത്തിലുള്ള രാംലി, കലാബോട്ടി, ഡാബർശാല, ചിന്നാർ, പവിഴ പൊന്മണി, ബ്ലാക്ക് ജാസ്മിൻ, അംബി മോഹൻ, ഛത്തീസ്ഗഡിൽ നിന്നുള്ള മഹാമായ, മണിപ്പൂരിൽ നിന്നുള്ള സക്കാവോ പീരിയഡ്, വൃക്കരോഗികൾക്കും അൽഷിമേഴ്സ് ഉള്ളവർക്കും ഗുണപ്രദമെന്ന് പറയപ്പെടുന്ന കാലാ നമക്, ചൂടുവെള്ളത്തിലിട്ടാൽ ചോറായി മാറുന്ന അഘോരി ബോറ എന്നിങ്ങനെ ഇദ്ദേഹത്തിന്റെ കൈവശമുള്ള വിത്തിനങ്ങളുടെ പട്ടിക ഇനിയും നീളും. 20ഓളം ഇനങ്ങൾ കേരളത്തിന്റെ തനത് നെൽവിത്തിനങ്ങളാണ്. മറ്റുള്ളവയെല്ലാം വിവിധ സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്രയിൽ സംഘടിപ്പിച്ചവയാണ്. നെന്മേനി പഞ്ചായത്തിലെ പാടശേഖരത്തിലെ 10 ഏക്കറിൽ 100-ലേറെ വിത്തിനങ്ങൾ ഉപയോഗിച്ച് വർഷങ്ങളായി ഇദ്ദേഹം കൃഷിയിറക്കുന്നുമുണ്ട്. ഗവേഷക വിദ്യാർത്ഥികൾ പഠനത്തിനായി റൈസ് മ്യൂസിയത്തിലെത്താറുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിത്തിനങ്ങൾ എത്തിച്ചു നൽകുകയും ചെയ്യുന്നുണ്ട്. 2020 ദേശീയ സസ്യ സംരക്ഷണത്തിനുള്ള പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങിയത് വലിയ നേട്ടമായി ഇദ്ദേഹം കരുതുന്നു. ഇത് സുൽത്താൻ ബത്തേരി റൈസ് മ്യൂസിയമാണ്. ഈ റൈസ് മ്യൂസിയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് 350 തരം നെല്ലിനങ്ങൾ നമ്മൾ റൈസ് മ്യൂസിയത്തിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കാണാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാരും കർഷകരും കർഷക തൊഴിലാളികളും അതേമാതിരി തന്നെ വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളും കാർഷിക യൂണിവേഴ്സിറ്റി കുട്ടികളും പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു അതിയായ സന്തോഷമാണ്. കാരണം സെൻറ്റർ ഫോർ രാജീവ് ഗാന്ധി ബയോടെക്നോളജീസ് ആണ് ഇതിൻ്റെ ഫൈനാൻസ് ഇന്ത്യ. അവരാണ് ഇതിൻ്റെ ഫൈനാൻസൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ ബിൽഡിംഗ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരികയും മ്യൂസിയം ഉണ്ടാക്കി തരികയും ചെയ്തത്. അപ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ മെച്ചം എന്താ വെച്ചാൽ 21 കുട്ടികൾ ഡോക്ടറേറ്റ് എടുക്കാൻ ആവശ്യമായ നെല്ലിനങ്ങൾ കൊടുക്കാനും അതേമാതിരി തന്നെ ഇന്ത്യയിലെ പല കാർഷിക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുട്ടികൾ പഠനത്തിന് വേണ്ടി അവർക്ക് പഠനത്തിന് നോക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾക്ക് സൗകര്യങ്ങൾ കൂട്ടി കൊണ്ടുവരേണ്ടതായ സാഹചര്യങ്ങൾ വന്നു തുടങ്ങി. പിന്നെ ഈ കേരളത്തിൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റിയ സ്ഥലങ്ങളും സാഹചര്യങ്ങളും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ മാക്സിമം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 100 തരം നെൽവിത്തുകൾ ഞങ്ങളിപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് ഇനി മുതൽ വിത്തുകൾ ഉള്ളത് പോലെ എല്ലാവർക്കും കൊടുക്കും. അതേമാതിരി തന്നെ ഔഷധ ഗുണങ്ങളായ നെല്ലിനങ്ങൾ, പോഷക റൈസുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇവിടുന്ന് ചെയ്യാൻ സാധിച്ചു. അതിന് അതിയായ സന്തോഷം. 100 തരം നെല്ലിനങ്ങൾ ഇപ്പോൾ കൊയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ വിത്തുകൾ ആവശ്യമുള്ളവർക്ക് വെച്ചാൽ ആ രീതിയിൽ നമ്മൾ കൊടുക്കാൻ തുടങ്ങും. സന്തോഷം, അതിയായ സന്തോഷമുണ്ട്. കാരണം ഇത്രയും കുട്ടികൾ ഇത് പഠിക്കാൻ വേണ്ടി നമുക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിച്ചല്ലോ എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. കേരളത്തിൽ ഇതുപോലത്തെ ഒരു സൗകര്യങ്ങൾ ഇതേമാതിരി റൈസ് മ്യൂസിയം ആദ്യത്തെ റൈസ് മ്യൂസിയമാണിത്. സ്വകാര്യ മേഖലയിൽ ഒരു വ്യക്തി എന്ന നിലയിൽ ആദ്യത്തെ റൈസ് മ്യൂസിയമാണ്.